ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങൾ എത്രത്തോളം വിശ്വസനീയമാണ്? ഒരു ഉൽപ്പന്നം നല്ലതാണെന്ന് ഒരു ഇൻഫ്ലുവൻസർ പറയുമ്പോൾ നമ്മളത് കണ്ണടച്ച് വിശ്വസിക്കാറുണ്ട്. എന്നാൽ ഇനി കാര്യങ്ങൾ അങ്ങനെയല്ല. ഇന്ത്യയിലെ ഇൻഫ്ലുവൻസർമാർക്കും കണ്ടന്റ് ക്രിയേറ്റർമാർക്കും മേൽ സർക്കാർ നിയമക്കുരുക്ക് മുറുക്കുകയാണ്. FSSAI മുതൽ IT നിയമങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു. എന്തൊക്കെയാണ് ഈ മാറ്റങ്ങളെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഭക്ഷണപദാർത്ഥങ്ങളുടെയും ആരോഗ്യത്തിൻ്റെയും കാര്യം നോക്കാം. അടുത്തിടെ ഒരു പ്രമുഖ ഹെൽത്ത് ഡ്രിങ്ക് ബ്രാൻഡിനെതിരെ ഒരു ഇൻഫ്ലുവൻസർ വീഡിയോ ചെയ്തത് വലിയ വാർത്തയായിരുന്നു. ഇതിന് പിന്നാലെ FSSAI ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. തെറ്റായ ആരോഗ്യവാദങ്ങൾ നടത്തുന്ന ഇൻഫ്ലുവൻസർമാർക്കെതിരെ ഇനി FIR വരെ രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾ ഒരു ഉൽപ്പന്നം പഞ്ചസാര ഇല്ലാത്തതെന്നോ ആരോഗ്യത്തിന് ഉത്തമമെന്നോ പറയുമ്പോൾ അതിന് ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടി വരും. അല്ലെങ്കിൽ വലിയ പിഴയും നിയമ നടപടികളും നേരിടേണ്ടി വരും. അടുത്തത് പെയ്ഡ് പ്രൊമോഷനുകളാണ്. നിങ്ങളൊരു കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയോ സമ്മാനങ്ങൾ വാങ്ങിയോ ആണ് ഒരു വീഡിയോ ചെയ്യുന്നതെങ്കിൽ അത് വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കണം. പെയ്ഡ് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് എന്ന ടാഗ് നിർബന്ധമാണ്. അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഇത് സംബന്ധിച്ച് വ്യക്തമായ ഗൈഡ് ലൈൻസ് നൽകിയിട്ടുണ്ട്. ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പരസ്യം നൽകുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം കുറ്റകരമാണ്. ഇത് പാലിക്കാത്തവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വരെ നിരോധിക്കപ്പെട്ടേക്കാം. ഇതുകൂടാതെ IT നിയമങ്ങളും വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഡീപ്പ് ഫേക്ക് വീഡിയോകൾക്കും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനുമെതിരെ സർക്കാർ കർശന നിലപാടിലാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഇപ്പോൾ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ നിയമവിരുദ്ധമായ അല്ലെങ്കിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ പങ്കുവച്ചാൽ അത് നീക്കം ചെയ്യാൻ പ്ലാറ്റ്ഫോമുകൾ ബാധ്യസ്ഥരാണ്. ഇൻഫ്ലുവൻസർമാർ തങ്ങൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങളുടെ സത്യാവസ്ഥ സ്വയം പരിശോധിക്കണമെന്നാണ് പുതിയ നിയമങ്ങൾ പറയുന്നത്. ഈ നിയന്ത്രണങ്ങൾ ഇൻഫ്ലുവൻസർമാരുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുമോ? ചിലർ അങ്ങനെ കരുതുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് സോഷ്യൽ മീഡിയ രംഗത്ത് കൂടുതൽ സുതാര്യത കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ക്രിയേറ്റർമാർ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാകണം. വെറുതെ പണത്തിന് വേണ്ടി എന്തുൽപ്പന്നവും പ്രൊമോട്ട് ചെയ്യുന്ന രീതി ഇനി നടക്കില്ല. നല്ല കണ്ടന്റ് ചെയ്യുന്നവർക്ക് ഇത് ഗുണകരമാകും. കാരണം പ്രേക്ഷകർക്ക് അവരിലുള്ള വിശ്വാസം വർദ്ധിക്കും. ചുരുക്കത്തിൽ സോഷ്യൽ മീഡിയ എന്നത് ഇനി വെറും ഒരു വിനോദത്തിന് വേണ്ടിയുള്ള കാര്യം മാത്രമല്ല, അത് നിയമപരമായ ഉത്തരവാദിത്തങ്ങളുള്ള ഒരിടം കൂടിയാണ്. ക്രിയേറ്റർമാരും പ്രേക്ഷകരും ഒരുപോലെ ബോധവാന്മാരാകണം.